ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ ഇടാം. രാവിലെ തന്നെ ചായയും അതിൻ്റെ കൂട്ടത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഇഡ്ഡലിയും സാമ്പാറും വയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയും സാമ്പാർ, അതിൻ്റെ കൂട്ടത്ത് നമ്മുടെ പാൽ കേക്കും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാൽ കേക്കും ഇഡ്ഡലിയും സാമ്പാറും കൂടെയാണ് ഞാൻ കഴിച്ചത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് 10 മണിയായപ്പോൾ അടിപൊളി നല്ലൊരു പഴുത്ത മാങ്ങ അരിഞ്ഞിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി മധുരമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ലെമൺ ജ്യൂസ് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുക്കുംബർ ലെമൺ ജ്യൂസാണ്, അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പം നമ്മുടെ ലഞ്ച് നല്ല പൊരിച്ച ഫ്രൈ ചെയ്ത മീൻ, അതുപോലെ തന്നെ മാങ്ങാച്ചാർ, സാമ്പാർ, ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സാമ്പാർ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും കൂട്ടും കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിന് വെച്ച സാമ്പാർ കുഴപ്പമില്ലാണ്ട് കൂട്ടും. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡ്രിങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ജ്യൂസാണ്. ഇത് നമ്മുടെ പച്ചമുന്തിരിങ്ങയുടെ ഫ്രഷ് ജ്യൂസ്. ഓൾറെഡി ഞാൻ അതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ മേക്ക് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ അടിപൊളി ഒരു ബൈക്ക് റൈഡ് പോയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഒരു യാത്ര പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പം നമ്മൾ ഇന്ന് കഴിക്കുന്നത് ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ്. എന്നോട് പറഞ്ഞിട്ടില്ല ഏത് സ്ഥലമെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലം എത്തി. ഇവിടെ നിന്ന് ഓൾറെഡി ചേട്ടൻ കഴിച്ചിട്ടുണ്ട്. കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒത്തിരി നല്ല റഷായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ ഇരുന്ന്, അപ്പോൾ ഞാൻ ദോശയാണ് ഓർഡർ ചെയ്തത്, ചേട്ടൻ പൂരിയാണ് ഓർഡർ ചെയ്തത്. സൈഡിൽ റോഡും പിന്നെ നമ്മൾ ലൈറ്റൊക്കെ ഉണ്ട്, നല്ലൊരു വൈബാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ദോശയും സാമ്പാറും പിന്നെ കാടമുട്ട റോസ്റ്റ് ചെയ്തതും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോൺ വെജ് വേറെ ഒന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം ഇന്നൊരു തട്ടുകട കണക്കിന് നമുക്ക് കഴിക്കാം എന്ന രീതിയിലായിരുന്നു. അങ്ങനെ നമ്മൾ കാടമുട്ട റോസ്റ്റ് ചെയ്തത്, ദോശയും സാമ്പാറും, അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ചായ, 2 ചായയും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വെറൈറ്റി ചായയായിരുന്നു. ഏലക്ക ഇഞ്ചിയൊക്കെ ഇട്ട അടിപൊളി ചായയായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ദോശയും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചമ്മന്തിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ അതിൻ്റെ ക്ലാസ്സിലോട്ട് നോക്കിയപ്പോഴത്തേനും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. ബന്ന് നിറച്ചതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാർസൽ മേടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പാർസൽ ചെയ്ത് പാക്ക് ചെയ്ത് മേടിച്ചിട്ട് ഞങ്ങൾ റിട്ടേൺ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ എവിടെ നിന്ന് കഴിച്ചായിരുന്നാലും ഇതൊരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഇവിടുത്തെ സർബത്ത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്, അടിപൊളി സർബത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സർബത്തും കൂടെ ഞങ്ങൾ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സർബത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ആ പുളിപ്പും മധുരവും കറക്റ്റ് ടാലിയായിട്ട് നിൽക്കും, അതാണ് ഹൈലൈറ്റ്. അത് കുടിക്കാൻ നല്ലൊരു രസമാണ് കുടിക്കാൻ. അങ്ങനെ അതും കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. ആ പാർസൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ബന്ന് നിറച്ചത് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, കാണാൻ വലിയ ലുക്കില്ല, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, നല്ല കരിഞ്ഞതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബന്ന് നിറച്ചതും പിന്നെ ഒരു പോക്കറ്റ് ഷവർമയുമാണ് ഞാൻ മേടിച്ചത്. ഇതിനകത്ത് ഫില്ലിങ്സ് എഗ്ഗൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട് കേട്ടോ. എഗ്ഗും ചിക്കനൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. സംഭവം എഗ്ഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പോക്കറ്റ് ഷവർമ കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഇതാണ് കണ്ടോ, എഗ്ഗൊക്കെ അകത്തുണ്ടായിരുന്നു, അത്ര വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു. ഇത് പോക്കറ്റ് ഷവർമയാണ്. അപ്പോൾ ഇത് ഞാൻ സജഷൻ ചെയ്യൂല, എനിക്ക് ഇവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല. വേറെ എവിടെയെങ്കിലും ഉള്ളത് കൊള്ളാമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിലുള്ള ബന്ന് നിറച്ചതൊക്കെ നന്നായിരിക്കും, പക്ഷേ ഇത് അത്ര പോരാ, എനിക്ക് വലുതായിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചിച്ചിരി കഴിച്ചിട്ട് ഞാൻ അതിനെ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പോക്കറ്റ് ഷവർമ ഉണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. പോക്കറ്റ് ഷവർമ ഇതാണ് സംഭവം. ഇത് കൊള്ളാം കേട്ടോ, മയോണൈസും എല്ലാം നല്ല അത്യാവശ്യം ഫില്ലിങ്സൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു, കഴിക്കാനും കൊള്ളാമായിരുന്നു. ഞാൻ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബന്ന് നിറച്ചത് ഞാൻ എൻ്റെ കസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് വൈസ് നന്നായിരുന്നു. ബ്രെഡിലായിരുന്നു ഫില്ലിങ്സൊക്കെ വെച്ച് പൊളിച്ചിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.